ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയാ. നമുക്കിന്ന് എൻജോയ് ചെയ്യണം. ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ട ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് അതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയേറ്ററിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കിൽ ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യണ്ടേ? ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിൽ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ. കേരള വണ്ടിയിൽ അമ്മച്ചി ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞു. എന്നെ തള്ളേ. ഓക്കെ കണ്ടിന്റെയൊക്കെ കറക്റ്റല്ലേ? ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതെന്നെ തെരിയുമാ? ലഡു അല്ലേ? ജിലേബി അല്ലേ? പഴംപൊരി. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்பம் எல்லாம் கொண்டு வந்திருக்கு. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ணை கண்ணு போல பாக்கணும். எங்க அப்பா நல்லவர். വളരെ നല്ലവർ. அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? ഇനി എന്താണോ കൊണ്ടുവന്നേക്കണേ? வாங்க, நான் காமிச்சு தரேன். வாங்க. എന്ത് മാരനാണാവോ? யாரையில பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. என்ன நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, பொய் சொல்றேன். எனக்கு பீடி ஸ்மெல் நல்லா தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാനൊരു സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னா நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். நல்ல பொண்ணு. ஆனா கொன்னிடுவேன், ஜாக்கிரதை. 1999, 2000, 2001, 2002 മതിയാ. ഇനി എനിക്ക് എന്നാ അറിഞ്ഞൂടാ. ഇനി സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതിൽ അധിക ചെലവല്ലേ രേണു? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷെ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷികാഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം.
നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. വാർഷികോ ആഘോഷോ എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തു കളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നു മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ, ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി വിളിച്ചു വന്നാലോ? ടാക്സി. അങ്ങനെയാണ് കുട്ടികളെ ഞാൻ രംഗീല കണ്ടത്. ആലിസേ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത് ഞാൻ എപ്പോഴും പോരാ. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നേ? അവരൊക്കെ ഇത് കെട്ടു മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടുകൂടിയുണ്ട്. അതെന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് അത് ഇട്ടിരിക്കല്ലേ. മാത്രം പോരെന്നേ. ഇവരുടെ കാര്യം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ത്യശ്വാസം വലിക്കും. കൈക്കൊന്നും പറ്റില്ല. കൈ ഒളിക്കുന്നു. നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച. എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? ചിരിച്ചോ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് വെച്ചോടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്തം മാറുമോ? ആ മാറും. നടന്നേ. നടക്കാൻ. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. കൈയൊക്കെ ഇങ്ങനെ നീട്ടി തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ? നടന്നേ. സ്മാർട്ടായിട്ടല്ലേ? നടക്ക്. കൊള്ളാം. ആ പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോഴാന്ന് നീട്ടി വിളിക്കും. അപ്പൊ ദേ ഇങ്ങനെ എല്ലാവരും വിഷ് ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ രേണു, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ വരാതിരിക്കാനോ? നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. ചെറിയൊരു സമ്മാനം. എന്റെ പൈലറ്റ് നിന്റെ ഹസ്സിന് വേണ്ടി വാങ്ങിയ സൂട്ടാ. ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. താങ്ക് യു. മോളെ, ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ. നിന്റെ ആളെ ഒന്ന് വിളിക്കേ. കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം വിടേണ്ടതാ. പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു കോള് വന്നത്. ഇപ്പൊ വിളിക്കാട്ടോ. അപ്പോട്ടാ, എന്തായാലും പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ എന്നും ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരൻ ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നാ. ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒത്ത ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. കാണാൻ ഒരു വഴിയില്ല. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൈറ്റില്ല, ഭൂമി കൂടി യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നല്ലേ ആകാശത്തുകൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടറുണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി.